ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ കോഴിക്കോട് ബേപ്പൂരിലാണുള്ളത്. ഇന്ന് ഇവിടെ ഒരു ഉരു പണി കഴിപ്പിച്ച് വെള്ളത്തിൽ ഇറക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. ഈ ഉരു എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. പൂർണ്ണമായി മരത്തിൽ തീർത്ത ഒരു കപ്പൽ എന്ന് തന്നെ വിളിക്കാം. പ്രാചീന കാലത്ത് ഇത് ചരക്ക് ഗതാഗതത്തിനാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഉരുക്കൾ ഒരു ആഡംബര നൗകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉരുക്കൾക്ക് പേരുകേട്ട സ്ഥലമാണ് കോഴിക്കോടിലെ ബേപ്പൂര്. ഉരു നിർമ്മാണത്തിന് ബേപ്പൂരിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമാണുള്ളത്. അതായത് മെസോപ്പൊട്ടേമിയയ്ക്കും ഇന്ത്യക്കും വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന കാലം തൊട്ട് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഈ കാണുന്ന 150 അടി നീളമുള്ള ഉരു ഖത്തറിലുള്ള ഒരു വ്യവസായിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഉരുണ്ട തടികളുടെ സഹായത്തോടെയാണ് കേട്ടോ ഇത് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. ഈ ഉരുണ്ട തടികൾക്ക് അവർ ഉരുട്ട് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഇതിന് ക്രെയിൻ സംവിധാനങ്ങളൊന്നുമില്ല. അവർ മാനുവലായിട്ട് ഇതേപോലെ തിരിച്ചാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ വെള്ളത്തിലേക്ക് ഇറങ്ങും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുലർച്ചെ വേലിയേറ്റ സമയത്ത് ഇപ്പോൾ ഉരു നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. അപ്പോൾ ഉരു കുറച്ചും കൂടി എളുപ്പത്തിൽ ഇറക്കാം. ഏകദേശം 4.5 കോടി രൂപയാണ് കേട്ടോ ഇതിൻ്റെ നിർമ്മാണ ചെലവായിട്ട് പറയുന്നത്. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഖത്തറിലെത്തുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉരുവിൻ്റെ വിശേഷങ്ങൾ.